സുമി, ഈ പ്രാവശ്യത്തെ ഓണം കളക്ഷൻസ് എല്ലാം ഭയങ്കര നന്നായിട്ടുണ്ടല്ലോ. ഇതൊക്കെ എവിടുന്ന് ഒപ്പിച്ചോണ്ട് വരുന്നേ? സീക്രട്ട് അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാരും അവിടെ പോയി ഡയറക്റ്റ് വാങ്ങുമല്ലോ അല്ലേ? ഇതെല്ലാം സുമി നേരിട്ട് പോയിട്ട് ഹാൻഡ് പിക്ക് ചെയ്യുന്നതാണോ? അതെ അതെ, എല്ലാ സാരീസും സാരീസ് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ പ്രോഡക്റ്റും ഞാൻ തന്നെ ഹാൻഡ് പിക്ക് ചെയ്യുന്ന ഡിസൈൻസ് ആണ് എല്ലാം. അപ്പൊ എപ്പോഴും ഇത് ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോ കുറെ ടൈപ്പ് കാണുന്നുണ്ട് ഓണത്തിൽ. അതായത് നമ്മൾ യൂഷ്വൽ കാണുന്ന പാറ്റേണിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയതെല്ലാം. ഇന്നിപ്പോ നമ്മൾ ഉടുത്തിരിക്കുന്ന ഈ എംബ്രോയിഡറി ഒക്കെ ആണെങ്കിലും യൂഷ്വൽ കാണുന്ന തരത്തിനേക്കാളും നല്ലൊരു ഭംഗിയുണ്ട്. ശരിക്കും നല്ല ചന്തമുള്ള സാരിയാണ് ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ കാണുന്നതെല്ലാം. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന് സുമി ഇങ്ങനെ എത്ര കളക്ഷൻസ് ഇനിയും വാങ്ങാനുണ്ടോ, അതോ ഇപ്പൊ ഓൾറെഡി എല്ലാം വന്നോ കടയില്? കഴിഞ്ഞു, ഇനി നമ്മള് ഇനിയും വരാനും ഉണ്ട്, അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ കോൺഷ്യസ്ലി പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഒരേ പാറ്റേണിൽ നമുക്ക് എപ്പോഴും നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും വേണ്ട തന്നെ. അതെ, നമ്മളൊരു ക്രൗഡിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാരും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ സാരി ഒന്ന് നോക്കണം. അതാണ് നമ്മള് പ്രത്യേകിച്ച് അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. അപ്പൊ കോൺഷ്യസ്ലി തന്നെ നമ്മൾ അതിന് ശ്രമിക്കാറുണ്ട്. നമ്മളെല്ലാരും നന്നായിട്ട് തന്നെ എല്ലാവർക്കും ഒരുങ്ങി നടക്കണം ഇഷ്ടമുള്ളത്. അപ്പം ആ ഒരു വെറൈറ്റി അപ്പൊ അതിലെല്ലാത്തിലും എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടില്ലാതെ എല്ലാവർക്കും ഒരു ഡിഫറെന്റ് ഫീല് തരുന്ന, ഒരു യൂണീക്ക് ഫീല് തരുന്ന പോലെയാണ് ഞാൻ എല്ലാ പ്രോഡക്റ്റിലും ഞാൻ ആ ഒരു കാര്യം ചെയ്യാറുണ്ട്. എനിക്ക് തന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ആദ്യം ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഓ ഈ സാരി കൊള്ളാലോ, ഇത് നന്നായിട്ടുണ്ട്, ഇതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത് നിങ്ങൾ കാണിച്ചു തന്നപ്പോൾ തോന്നി, അയ്യോ ഇതാണോ കുറച്ചും കൂടെ ബെറ്റർ. അങ്ങനെ ഇപ്പൊ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാനൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. ഇവിടെ ഇപ്പോൾ എല്ലാം ഞാൻ ഇവരെ ഓരോ ബണ്ടിൽ പൊട്ടിച്ച് എന്നെ കാണിക്കുമ്പോൾ എല്ലാം പുതിയത് ഡിഫറെന്റ് സ്റ്റൈലിലായിട്ട് തോന്നുന്നുണ്ട്. എല്ലാം നല്ല ഒരു എന്താ പറയുക, കോമൺ ആയിട്ടുള്ളതല്ലാത്ത നല്ല എലഗന്റ് ലുക്കിലുള്ളതാണ് എല്ലാം തന്നെ കാണുന്നത്. അപ്പൊ ഇതൊക്കെ സുമിയുടെ തന്നെ കളക്ഷൻസിലുള്ള വരുന്നതാണ് അല്ലേ, ഫേവറേറ്റ് കളർ. അപ്പൊ ഈ പ്രാവശ്യത്തെ ഇതിനെ കുറിച്ച് ഇനി സുമി എക്സ്പ്ലെയിൻ ചെയ്തോളൂ അവരുടെ അടുത്ത്, ഈ പ്രോഡക്റ്റിനെ കുറിച്ച്. നമ്മുടെ ഫുൾ ബോഡി റോസ് ഗോൾഡ് കളറിലുള്ള ചെക്ക് വീവിങ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈവൻ ആ ഒരു ബോർഡർ ആണെങ്കിലും റോസ് ഗോൾഡ് ഷെയ്ഡിലോട്ടാണ്. പിന്നെ ഇതിന്റെ ആ ഭംഗി എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന എംബ്രോയിഡറി, ഒരു ലീഫിന്റെ പാറ്റേണിലുള്ള എംബ്രോയിഡറി മെഷീൻ വർക്ക് ആണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡും റോസ് ഗോൾഡ് ആണ്. പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് അകത്തൊരു ത്രെഡ് ഉപയോഗിച്ചിരിക്കുന്നത്. രമ്യ ഉടുത്തിരിക്കുന്ന സാരിയിൽ മെറൂൺ ആണ്, ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയിൽ മജന്തയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ വേറെ കളറും ഉണ്ടോ? ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു വയലറ്റ് കളർ. അങ്ങനെ 3 കളേഴ്സ് ഉണ്ട്. ഈവൻ ഇടയ്ക്കൂടെ ചെറിയ ബൂട്ടാസും ഉണ്ട്. ഈവൻ സാരിയുടെ നമ്മുടെ ഈവൻ ഫ്രണ്ട് പോർഷനിലെ പല്ലുലോട്ടും ആ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്, പാറ്റേൺ വരുന്നുണ്ട്. ഇതും വിത്ത് ബ്ലൗസ് എന്ന് പറയുമ്പോൾ എല്ലാം സെൽഫ് തന്നെയാണ്. ഇതിന്റെ ഒപ്പം വരുമ്പോൾ ബോർഡർ ഉണ്ടാവും, ഈ ചെക്ക് വീവിങ്ങും ഉണ്ടാവും ബ്ലൗസിൽ. ബോർഡറും വരുന്നുണ്ട് സ്ലീവിൽ വെക്കണമെങ്കിൽ. എംബ്രോയിഡറി ഉണ്ടാവില്ല, ജസ്റ്റ് ബോർഡർ ആൻഡ് ചെക്ക്. ഓക്കെ, അപ്പൊ ഇതിൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴിങ്ങനെ റോസ് ഗോൾഡിൽ കുറേ നല്ല കളക്ഷൻസ് കാണുന്നുണ്ട്. അതൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് തന്നെ സുമി എടുത്തതായിരിക്കണം അല്ലേ? യൂഷ്വൽ നമ്മൾ സിൽവർ ഗോൾഡൻ ഒക്കെ അല്ലേ എപ്പോഴും കൂടുതലും കാണുന്നത്. ഇപ്പൊ പിന്നെ ട്രെൻഡിങ് ആയിട്ടുണ്ട് റോസ് ഗോൾഡും കോപ്പർ ഷെയ്ഡ്. അതെല്ലാം ആളുകൾക്ക് ഇഷ്ടമാണ്. ഡിഫറെന്റ് ആ ഒരു ഫീൽ ഉണ്ട് അതിനെല്ലാത്തിനും. ഓക്കെ, അപ്പൊ ഇവിടെ സെറ്റ് സാരിയുടെ കളക്ഷൻസ് അപ്പൊ ഒരുപാടുണ്ട്. സെറ്റ് മുണ്ടല്ല, സെറ്റ് സാരീസിലാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയാണല്ലോ എല്ലാവരും? ഇപ്പം ഓണത്തിന് നമുക്ക് എന്തിടണം, ഓണത്തിന് നമുക്ക് എവിടെ കൂടണം, എവിടെ സദ്യ കഴിക്കണം, എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണം, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിങ്ങൾ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യാണ് DCTയിൽ നിന്ന് തന്നെ ആവട്ടെ നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണക്കോടി.